വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാരുടേതായ പ്രത്യേകതകളും ഗുണസവിശേഷതകളും നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ അതോ അല്ലയോ എന്ന ഒരു ചിന്താഗതി ഉള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നല്ല ഫലങ്ങളുള്ളവർ നല്ല കമൻറ്റ് ചെയ്യുക, മോശം ഫലങ്ങളുള്ളവർ മോശം കമൻറ്റ് ചെയ്യുക. അല്ലാതെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല, എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുള്ള ഈ പറയുന്നവനും ഒക്കെ പൊട്ടന്മാരാണ് എന്നൊക്കെയുള്ള ചിന്താഗതികളൊന്നും വേണ്ട. നിങ്ങളുടേതായ ലഗ്നാധിപൻ, അതുപോലെ തന്നെ ലഗ്നാധിപൻ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രാധിപൻ ഇവരൊക്കെ നല്ല ബലവാനായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജാതകത്തിലുള്ളതെങ്കിൽ നല്ല ഫലങ്ങളും, ഇത് ബലമല്ലാത്ത സാഹചര്യത്തിലുള്ള ജാതകക്കാരാണെങ്കിൽ അവർക്ക് മോശം ഫലങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും. 12 രാശിക്കാർക്കും ഇത്തരം ഫലങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് 100% സത്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നന്നായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ തന്നെയായിരിക്കും മോശകരമായ രീതിയിലുള്ള ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവർ. 12 രാശിക്കും ഈ പ്രഭാവം തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോശം കമൻറ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അവരവരുടേതായ മനോഭാവത്തെ അവിടെ വെളിപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വൃശ്ചിക രാശിയുടേതായ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ വേഗത്തിലൊന്നും തന്നെ ആരോടും വലിയ വിശ്വാസ്യതയൊന്നും പുലർത്തില്ല. ഇന്ന് ഒരു കാര്യം നല്ല രീതിക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ തന്നെയും, അതായത് വൃശ്ചികൻ രാശിക്കാർക്ക് അല്ലെങ്കിൽ ഇവർ മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്താൽ പോലും ഇവർ പെട്ടെന്ന് തന്നെ അനുകൂലിച്ച് പോകുന്ന ഒരു കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇവർ ഒരു വ്യക്തിയോട് നല്ല കാര്യത്തിന് പോയി ഇടപെട്ടാലും ശരി, ഒരു കാര്യം സക്സസ് ആവും ഇവർക്ക്, രണ്ടാമത്തെ കാര്യം സക്സസ് ആയില്ലെങ്കിൽ അവരെ കുറ്റം പറയുകയും ചെയ്യും ഈ വൃശ്ചികം രാശിയിൽപ്പെട്ടവർ. കാര്യം ഏകാധിപത്യത്തിൻ്റെതായ ഒരു രാശിയാണ്. ചൊവ്വയാണല്ലോ, ഞാനാണ് വലിയവൻ എന്ന ഭാവമാണ് ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെതായ ഒരു ഇത്. അതുകൊണ്ട് തന്നെ ഒരു അടിച്ചമർത്തപ്പെടുക എന്നുള്ള ഒരു സാഹചര്യം ഇവർ പറയുന്നതായിരിക്കണം എല്ലായിടത്തും മുന്നിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം. വീട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഇവർ പറയുന്നത് കേൾക്കണം. ഇത് ഇവർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. എന്നിരുന്നാലും ഒരിക്കൽ വിശ്വാസം എന്നുള്ള ഒരു കാര്യം ഇവർക്ക് വന്നു പോയി കഴിഞ്ഞാൽ ആയുസ്സാണ്ട് കാലം ആ വ്യക്തിയെ മറക്കുകയുമില്ല, അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളെ മുടക്കുകയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വൃശ്ചികം രാശിയിൽപ്പെട്ടവർ ഏതെങ്കിലും കുടുംബത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, അവർക്കൊരു ഏകാധിപത്യമായ മനോഭാവമൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളെ അക്സസ് ചെയ്ത് മുന്നിലേക്ക് പോകാൻ കെൽപ്പുള്ള വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ആണെങ്കിൽ ആയുസ്സാണ്ട് കാലവും അവർ കൈവിടില്ല എന്നുള്ളത് 101% എഴുതി തരാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരുടേതായ മനസ്സ് അങ്ങനെയാണ്. അക്സസിബിൾ ചെയ്യുക, അവരെ അംഗീകരിക്കുക. ആ ശരി, ഓക്കെ, കൊള്ളാം, നീ പറയുന്നതൊക്കെ ശരിയാണ്, നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാം, ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അതായത് കാര്യങ്ങൾ നടന്നില്ലെങ്കിലും അംഗീകരിക്കുക, അത്രമാത്രമാണ് ഇവർക്ക് വേണ്ടത്. പക്ഷേ വെറുത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയോടുള്ള ആ ഒരു അടുപ്പവും ബാക്കിയുള്ള കാര്യങ്ങളും എന്തൊക്കെ ഇടപാടുകളാണ് സ്പോട്ടിൽ കട്ട് ചെയ്യുകയും ആജന്മ ശത്രുവായി മാറുകയും ചെയ്യും. ഏറ്റവും അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ, അതായത് ഇവരുടേതായ മനസ്സിനുള്ളിൽ ഇടം നേടിയ വ്യക്തികൾ ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു ജീവിതത്തിൻ്റെതായ ഒരു രഹസ്യം ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുസ്സാണ്ട് കാലം, അതായത് മരണകാലം വരെയും ഇവർ അത് പുറത്ത് പറയില്ല. അതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ വച്ചിരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഇവരെ പിണക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം. ഇവരുടേതായ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവർ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ ഒരു നിലയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇവർ ഏതൊരു മാർഗവും സ്വീകരിക്കുമെന്നുള്ളതാണ്. അതായത് ഏതൊരു മാർഗമെന്ന് വെച്ചാൽ അവർക്ക് ആ പൊസിഷനിലേക്ക് എത്താൻ എന്തൊക്കെ രീതിയിലുള്ള കാര്യം എവിടെയൊക്കെ പോയി ചെയ്യണമോ അതൊക്കെ അവർ പോയി ചെയ്തോളും. കാരണം ഇവരുടേതായ ലക്ഷ്യബോധം ഭയങ്കരപ്പെട്ട ഒരു കാര്യമാണ്. ഇവർ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം എപ്പോഴും തന്നെയുണ്ട്. കാരണം ചൊവ്വയുടേതായ ഒരു ഭാവം, അതായത് മൗനമായിട്ടിരുന്നാൽ മൗനമായിട്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ബുദ്ധിശാലിത്തരത്തിന് അങ്ങേയറ്റത്തെ ഒരു ഗ്രഹമാണ് ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം. ഒപ്പം തന്നെ അക്രമവാസനയുള്ളതും. അത് ആയുധമെടുക്കേണ്ടി വന്നാൽ അത് ആയുധമെടുക്കുക തന്നെ ചെയ്യും. അത് അതിൻ്റേതായ ഒരു പ്രത്യേകത. ഈ 3 ക്വാളിറ്റിയും ഇവർക്ക് എപ്പോഴും തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവർ ഏത് വിധത്തിലുള്ള മാർഗങ്ങളും സ്വീകരിക്കും. അതായത് ശത്രുവിൻ്റേതായ കഴിവുകേടും ഒക്കെ മനസ്സിലാക്കി കൃത്യ ടൈമിൽ തന്നെയായിരിക്കും ഇവരുടേതായ പഞ്ചിങ് എന്ന് പറയുന്നത്. അത് ഒരു ആഘാതത്തിൽ അവർ വീണു പോവുകയും ചെയ്യും. അതായത് നേരിട്ട് പോയി തല്ലിക്കൂട്ടി ബഹളങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല, കൃത്യമായ ഇടത്ത് അയാൾക്ക് ഏത് രീതിയിലുള്ള പണി കൊടുക്കണമോ അതവിടെ കൊടുത്തിരിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഭാര്യയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, കുടുംബത്തിലെ ആരെങ്കിലും ശരി, സുഹൃത്തുക്കളാണെങ്കിലും ശരി, ഒന്ന് ജാഗ്രത പുലർത്തുന്നതൊക്കെ ഒരല്പം നന്നായിരിക്കും. സ്നേഹമാണെങ്കിൽ അങ്ങേയറ്റം, വെറുത്താൽ
അതിൻ്റേതായ അങ്ങേയറ്റം പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ വീട്ടിലാണ് എന്നുള്ള വ്യക്തിയാണെന്ന് വയ്ക്കുക. ഇയാളെ വന്ന് എന്തെങ്കിലും രീതിയിൽ ഒരു ഷൗട്ട് ചെയ്യുക, കുറ്റം പറയുക എന്നൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇയാൾ പറയുന്ന വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യില്ല. കാരണം അതിനു പിന്നിൽ മറ്റാരാണ് ഉള്ളതെന്ന ചിന്ത ഉടനെ തന്നെ മനസ്സിനുള്ളിലേക്ക് ഓടും. കൃത്യമായിട്ടും പറയും, നിന്നെ ഇപ്പോൾ ഇവിടെ എൻ്റെ മുന്നിലേക്ക് അയച്ചത് ഇന്ന ആളാണ്, ഇന്ന രീതിയിലാണ് ഈ ഒരു പ്രശ്നം എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്, അതിൻ്റേതായ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന ചിന്ത ഉണ്ടാകും. അതുകൊണ്ട് മുന്നിൽ വന്ന് നിൽക്കുന്ന വ്യക്തിയെ ശത്രുവായിട്ട് കാണില്ല, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കൃത്യമായിട്ടും ടാർഗറ്റ് ചെയ്തിരിക്കും. ഇത്തരത്തിൽ പൊടുന്നനെ പറയുന്നത് കൊണ്ട് തന്നെ തൊഴിലിടങ്ങളിൽ ധാരാളം പ്രശ്നമുണ്ടാകും. അതായത് വന്ന് പറയുന്ന വ്യക്തിയോടുള്ള മറുപടി അവ സ്പോട്ടിൽ കൊടുത്തിട്ട് മിണ്ടാതിരിക്കുന്നതിന് പകരം അയാളെ തൂണ്ടിവിട്ടത് ആര് എന്നതാണ് പറയുന്നത്. അപ്പോൾ അയാൾ പോയി അവിടെ പറയുകയും അതിന് മുകളിലേക്ക് പോയി മറ്റൊരു കാര്യത്തിലേക്ക് ചെന്ന് കയറുകയും പ്രശ്നങ്ങൾ ഇയാൾക്ക് മുകളിലേക്ക് സ്ട്രോങ് ആയിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ അവിടുത്തെ ആ പ്രശ്നങ്ങളെ തീർക്കാനായിട്ട് ഒരു വാക്കിനെ തീർക്കാനായിട്ട് പിന്നെ ഒരുപാട് കാലം ഇവർ ബുദ്ധിമുട്ടേണ്ടതായ സാഹചര്യങ്ങളുണ്ടാകും. ഇവരെ വിശ്വസിച്ച് എന്ത് കാര്യവും ധൈര്യപൂർവ്വം ഏൽപ്പിക്കാം. കാരണം ഇവരിലേക്കൊരു വിശ്വാസം കൊടുത്ത് പരിപൂർണമായ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് നല്ല രീതിക്ക് തന്നെ അത് അവിടെ വർക്കൗട്ട് ആവും. പക്ഷേ അവർക്ക് അതിൻ്റേതായ ഒരു പ്രവർത്തനത്തിൻ്റെതായ മികവ് അവിടെ കാട്ടുന്ന വേളയിൽ അതിൻ്റേതായ ഫലവും അവർ പ്രതീക്ഷിക്കുകയും ചെയ്യും. ഇവർക്ക് പൊടുന്നനെ ദേഷ്യം വരും എന്നൊക്കെ പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു ചിന്തകളൊന്നുമില്ല. ആരോടും ദേഷ്യപ്പെടണമെന്നുള്ള ആഗ്രഹങ്ങളോ ചിന്തകളോ ഒന്നുമില്ല. പക്ഷേ ഇവരെപ്പറ്റി എന്തെങ്കിലും മോശകരമായ രീതിയിൽ പറയുന്ന ഒരു സാഹചര്യങ്ങൾ വരികയോ ഇവർ പറയുന്നത് കേൾക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇവർക്ക് പൊടുന്നനെ ദേഷ്യം വരുമെന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. വീട്ടിനുള്ളിലൊക്കെയാണ് അത്തരത്തിലൊരു സാഹചര്യം വരുന്നതെങ്കിൽ കിട്ടുന്നതൊക്കെ തല്ലിപ്പൊട്ടിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും. അതായത് ഭയങ്കരമായ ഒരു ഇറിറ്റേഷൻ വരും. ഞാൻ പറയുന്നത് കേട്ടില്ലല്ലോ എന്ന്. ആ കേട്ടില്ല, നമുക്ക് പറ്റില്ല എങ്കിൽ അത് പറ്റില്ല എന്ന് ആ ഒരു സമയത്ത് പറഞ്ഞാൽ അത് ഓക്കെ. നമ്മൾ കേട്ടിട്ട് മിണ്ടാതിരിക്കുകയും അത് പിന്നെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന വേളയിൽ അകാരണമായ ദേഷ്യം വരും. അത് തൊഴിലിടത്തിലാണെങ്കിലും ശരി, ഫയൽ പേപ്പറൊക്കെ ആണെങ്കിലും ശരി, വലിച്ചെടുത്ത് ദൂരെ എറിയുന്ന സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് ധാരാളമുണ്ട്. ആ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അവർക്ക് അതിനെ മറച്ചു വയ്ക്കാൻ അറിയില്ല. അവർ പുറത്ത് കാട്ടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സത്യം ഇല്ലാത്ത വ്യക്തികളോടും അതുപോലെ തന്നെ ഉള്ള സത്യത്തിനെ കള്ളത്തരമാക്കി പ്രസൻറ്റ് ചെയ്യുന്നവരോടും ഇവർ യാതൊരുവിധ വിട്ടുവീഴ്ചയും വയ്ക്കില്ല. അത് ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഇവർ പ്രതികരിച്ച് അത് ഏതൊരിടത്ത് നിൽക്കുന്നെന്ന് നോക്കില്ല. കൃത്യമായിട്ടും അത് പ്രതികരിച്ചിരിക്കും, അതിനെ ചോദ്യം ചെയ്തിരിക്കും. അത് 100% സത്യമാണ്. അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളാണ് ഈ കള്ളത്തരങ്ങളൊക്കെ പറയുകയും കള്ളം ചെയ്യാനായിട്ട് പ്രേരണ കൊടുക്കുന്ന ആൾക്കാരോടൊക്കെ ഇവർ കാട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് ഇവരോട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും. അത് സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ്. ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം നല്ല ഒരു ഇടം നിങ്ങൾക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആയുസ്സാണ്ടുകാലം അതങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ശത്രുവായിട്ട് വന്ന് ഏതെങ്കിലും രീതിയിൽ ഒരിടത്ത് പണി വച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 100% അവർക്ക് തിരിച്ച് ആ ഒരു പണി തന്നിരിക്കും. 100%. അത് ഏതൊരു വഴിക്കാണെങ്കിലും അത് നിങ്ങൾക്കത് കിട്ടിയിരിക്കും. വ്യക്തികളോടുള്ള ഇതേ ഒരു പ്രഭാവം തന്നെയാണ് ദൈവങ്ങളോടും കാട്ടുന്നത്. ഈശ്വരനെ പോയി എവിടെ പോയും എന്ത് രീതിക്കും പ്രാർത്ഥിക്കും, എന്ത് കാര്യങ്ങളും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. ഇവർ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടിയാൽ ആ ഒരു സമയത്ത് ദൈവം വളരെയേറെ കാരുണ്യവാനാണ് എന്ന ചിന്താഗതി ഉണ്ടാകും. രണ്ടാമത്തെ ഒരു കാര്യം നടക്കുമ്പോഴും ദൈവം അത് കേട്ടല്ലോ. മൂന്നാമത്തെ ഒരു കാര്യം, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടന്നു കിട്ടുമ്പോൾ വീണ്ടും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ ദൈവത്തെക്കൊണ്ട് ഒരു പ്രയോജനമില്ല, നമുക്ക് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, കള്ളനാണ് എന്ന ചിന്താഗതിയൊക്കെ ഇവരിൽ ചിലർക്കെങ്കിലും പ്രാപ്തമാകും. ഇത് പറയാനുള്ള കാര്യം പറ്റുന്നില്ല. എന്നോട് പലരും പല ആവശ്യങ്ങളുമായിട്ട് വന്ന് അതിൻ്റേതായ രീതിക്കുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, കാരണം ജാതകവശാൽ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടെങ്കിലല്ലേ ആ വ്യക്തിക്ക് അത് കിട്ടുകയുള്ളൂ. ഇല്ല എന്ന് പറഞ്ഞാലും ഇല്ല തിരുമേനി, അന്ന് അങ്ങനെ നടന്നു കൊടുത്തപ്പോൾ ഇന്നിങ്ങനെ നടന്നു എന്നൊക്കെ പറയാൻ സാഹചര്യം. അപ്പോൾ അത് ആ വ്യക്തിക്ക് അന്ന് കിട്ടാനുള്ള യോഗം ഉണ്ടായിരുന്നു, അന്ന് കിട്ടി. ഇന്ന് കിട്ടാനുള്ള യോഗമില്ല, അത് കിട്ടുന്നില്ല, അത്രമാത്രം. ആ ഒരു കാര്യങ്ങളൊന്നും ഇവർ ആക്സസ് ചെയ്യില്ല. കിട്ടും തോറും ഇവർക്ക് നല്ലത് കിട്ടിക്കൊണ്ടേയിരിക്കണം. അതിലൊരു കുറവും വരാൻ പാടുള്ളതല്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യില്ല. അതായത് വിശ്വസിച്ച് വന്ന ഒരു വ്യക്തിയോട് ഒരു ചതിയും വഞ്ചനയും ഒരിക്കലും ഇവർ കാട്ടില്ല. അതുപോലെ നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ നിരവധി പേർക്ക് കൈയച്ച് സഹായങ്ങളൊക്കെ പഠനത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അന്നദാനത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുടുംബപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ധാരാളം പേരൊക്കെ ചെയ്യണം. നല്ല മനസ്സിൻ്റെ ഉടമകളാണ്.
അപ്പോൾ ഇവരുടേതായ ആഗ്രഹങ്ങൾ ഞാൻ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഡിലേകളും എൻ്റെ കുടുംബത്തിനുള്ളിൽ എന്തുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് എപ്പോഴും വേദനയെ കൊടുക്കുന്നു. അതാണ് ഇവർക്ക് കൂടുതലായിട്ട് ദേഷ്യം ആയിട്ട് വരുന്ന ഒരു കാര്യം. കൈ അയച്ച് നന്മകൾ ചെയ്യുമ്പോൾ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചിന്ത ഇവരിലൊരു ദുഃഖത്തെ പ്രാപ്തമാക്കുന്ന സാഹചര്യം എപ്പോഴുണ്ട്. പ്രത്യേകിച്ചും ഈ രാശിയിൽപ്പെട്ടവരുടേതായ മക്കളെ കൊണ്ടൊക്കെ ചിലർക്കൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇവർക്ക് ഏറ്റവും അധികം ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അതായത് അവർക്കുള്ള നല്ല ഭാവിയെ കരുതിയിട്ട് എന്ത് കാര്യങ്ങളും ചെയ്തു വയ്ക്കും. പക്ഷേ അവർ ഇവരെ പറ്റിക്കുന്ന സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടെന്നുള്ളതാണ്. വൃശ്ചികം രാശിയുടേതായ സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പം ഒരുപാട് പേരൊന്നുമില്ല. 1 2 പേർ മാത്രമായിരിക്കും വളരെയധികം ഡീപ്പായിട്ടുള്ള ആ ഒരു ബന്ധങ്ങളിലേക്ക് നിലനിൽക്കുക. ഒരുപാട് കൂട്ടത്തെ ഒക്കെ കൂട്ടി അവരുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ഒരു ബന്ധത്വം സ്ഥാപിച്ച് അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ഒരു സൗഹൃദം സ്ഥാപിച്ച് പോകുന്ന വ്യക്തികളൊന്നും ആയിരിക്കില്ല. അത്യാവശ്യം 1 2 പേർ മാത്രമായിരിക്കും ഇവർക്ക് സുഹൃത്തുക്കളായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായകരമായിട്ട് നിൽക്കുക. ഇവരുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുക, അവരുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുക. ഇത്തരത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചിട്ടൊരു അന്വേഷണം നടത്തിയാൽ പോലും അയാൾ ചോദിക്കുന്നത് എന്താ സുഖമാണോ എന്ന് ചോദിച്ച് വയ്ക്കുന്നതല്ല. അവരുടേതായ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒക്കെ അതിന് ശേഷം മാത്രമായിരിക്കും ആ ഫോൺ പോലും കട്ട് ചെയ്യുക. ഇത്തരം സുഹൃത്തുക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു പോയാൽ ആദ്യമൊക്കെ വിളിച്ച് ചോദിക്കുന്നതും അതിൻ്റേതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള സഹായഹസ്തങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഈ വൃശ്ചികം രാശിയിൽ പിറന്നവരൊക്കെ തന്നെയായിരിക്കും. ഇവർ വളരെയധികം സീക്രട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ട് ആ ഒരു കാര്യം ഔട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് അത് രഹസ്യം പറഞ്ഞത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആയുസ്സാണ്ട് കാലമുള്ള ഒരു വൈരാഗ്യം അവരിലേക്ക് വന്നെത്തുന്ന സാഹചര്യം ഉണ്ടാകും. അപമാനങ്ങൾ ഒരിക്കലും ഇവർക്ക് അനുവദനീയമായ ഒരു കാര്യമല്ല. അത് വിശ്വസിച്ചെടുത്തു നിന്നാകുമ്പോൾ അത് കുറച്ചുകൂടി ആർജവമായിട്ടുള്ള വൈരാഗ്യത്തിലേക്ക് വരും. സ്ട്രെയിറ്റ് ഫോർവേഡുകളായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളതുപോലെ പറയുക എന്നാണ്. ഇപ്പോൾ ഒരു വസ്തു വാങ്ങാനായിട്ട് പോകുന്നു. ആ വസ്തുവിൻ്റേതായ ന്യായമായ ആ റേറ്റ് എന്താണോ അത് പറയുക. അല്ലാതെ പിന്നീട് അതിൻ്റെ പേരിലുള്ള പുകിലുകളൊക്കെ വരിക അങ്ങനെയുള്ള കാര്യങ്ങൾ. വീട് വയ്ക്കാനാണെങ്കിൽ ശരി ന്യായമായിട്ട് എത്ര രൂപ ആണെങ്കിലും ഇത് നമുക്ക് പണി കഴിപ്പിച്ച് തീർക്കാനായിട്ട് പറ്റും. അത് ഫിക്സഡ് ആയിട്ട് തന്നെ പറയുക. അതുപോലെ പിന്നീട് അതിന് ശേഷം വന്നിട്ട് തർക്കങ്ങളുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അത് ഏതൊരു വിഷയത്തിലാണെങ്കിലും ജോലി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ശരി അത് കൃത്യമായി തന്നെ അതവിടെ ക്ലാരിറ്റിയോടുകൂടി ചെയ്ത് തൻ്റെ പേരിൽ അതിന് കുറച്ച് സമയം ഡിലേ ആയിപ്പോയാലും ശരി അതിനായിട്ട് സമയം കണ്ടെത്തി അവർ ആ കാര്യം തീർത്തിട്ടായിരിക്കും അവിടുന്ന് പോകുന്ന വ്യക്തികൾ. അപ്പോൾ കുടുംബത്തിനുള്ളിലൊക്കെ വൃശ്ചികം രാശിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം നല്ല രീതിക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഇവരെപ്പോലെ നിങ്ങളെ സഹായിക്കുന്നവരോ ഒന്നും തന്നെ വേറെ ഉണ്ടാവില്ല. പിന്നെ ധനപരമായ കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന വേളയിൽ എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ടാകും. കാണുമ്പോൾ എല്ലാവരും പണക്കാരനായിട്ട് തന്നെയായിരിക്കും. പക്ഷേ അവർ നിങ്ങളെക്കാട്ടിലും കടബാധ്യതകളൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഇത് 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആൾക്കാർക്കും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. കാണുമ്പോഴൊക്കെ എല്ലാം നല്ല രീതിക്ക് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഉള്ള സമയങ്ങളിൽ അവർ ധാരാളം സഹായിക്കും. ചില സന്ദർഭങ്ങൾ കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് നിങ്ങളോടുള്ള കുറവോ അനാദരവോ കാട്ടുന്ന ഒരു കാര്യമായിരിക്കില്ല. അത് അവരിലുണ്ടാകുന്ന ആ ഒരു കുറവുകളും അവരുടെ പ്രശ്നങ്ങളും അവരെ അത്തരത്തിലൊരു സാഹചര്യം നിയന്ത്രണമായ രീതിയിൽ കൊണ്ടുപോകുന്നതാണ് നിങ്ങൾക്ക് അത്തരത്തിലൊരു കുറവ് വരുന്നത്. അതുകൊണ്ട് തന്നെ വൈരാഗ്യ ബുദ്ധികളൊന്നും വെക്കാതിരിക്കുക. കാര്യം അങ്ങനെ വൈരാഗ്യ ബുദ്ധികൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് കൂടി ഇല്ലാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. കാര്യം ഇവർ വെറുത്തു കഴിഞ്ഞാൽ ഇവർ ഒറ്റയ്ക്ക് ജീവിക്കാനും നന്നായിട്ട് അറിയുന്ന വ്യക്തികളാണ്. എന്തൊക്കെ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ പോലും.